Hi guys, welcome to my YouTube channel. സോ ഏത് ഏജൻസി സെലക്ട് ചെയ്യണം, എങ്ങനെ ഒരു ഏജൻസി ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ അല്ലേ. അബ്രോഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരിക. കാരണം ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ടൗണിൽ പോയി നേരെ മേലോട്ട് നോക്കിയ ഫുൾ ഏജൻസീസ് നമുക്ക് കാണാം. സോ ഇറ്റ്സ് ബേസിക്കലി എ കൺഫ്യൂസിങ് ടാസ്ക്. അപ്പം ഞാൻ ഏത് ഏജൻസിയെ സെലക്ട് ചെയ്ത് എൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഉള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ. And I'll give all the details about my agency in the description box. So എൻ്റെ ഏജൻസി കൊച്ചി ബേസ്ഡ് ആയ ഗൈഡൻസ് പ്ലസ് എന്ന് പറയുന്ന ഏജൻസിയാണ്. ബേസിക്കലി ഞാൻ എന്താ പറയുക, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഡേ 1 മുതൽ ഈ ഒരു നിമിഷം വരെ ആ ഏജൻസിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർവീസ് വാസ് ദ ബെസ്റ്റ്. ബിക്കോസ് സാധാരണ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ വിളിച്ച കാര്യങ്ങളൊന്നും ചോദിക്കില്ല, അവർ നമ്മളെ വിളിച്ച കാര്യങ്ങളോ ഫീഡ്ബാക്ക് ഒന്നും ചോദിക്കില്ല. ബട്ട് ദെൻ ഇപ്പോഴും അവരുടെ സ്റ്റുഡൻസ് ആയിട്ട് അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വെക്കുന്നുണ്ട്, കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, അവിടുത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ദാറ്റ്സ് ആക്ച്വലി വെരി ഗുഡ് അല്ലേ. നമ്മൾ അതൊന്നും ബാക്കിയുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ല. സോ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് പോയത്. ബിക്കോസ് ഞാൻ എൻ്റെ മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്ത് വിതിൻ 2-3 വീക്സ്, അത്ര സമയമൊന്നും എടുത്തിട്ടില്ല, ഭയങ്കര പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഫ്രം NTU. ദാറ്റ്സ് വെയർ ഐ എം സ്റ്റഡിങ് നൗ. സോ ഓഫർ ലെറ്റർ വന്ന് പിന്നെ എനിക്ക് കൺഫർമേഷണൽ ലെറ്റർ കൂടി വരണമായിരുന്നു. അപ്പോൾ കൺഫർമേഷണൽ ലെറ്റർ വരണേ നമ്മൾ നമ്മുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. സോ ഞാൻ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പോയി എൻ്റെ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തു, അത് കിട്ടി. അതും ഞാൻ ഇവിടേക്ക് സബ്മിറ്റ് ചെയ്ത് ഉടനെ എൻ്റെ കൺഫർമേഷൻ ലെറ്ററും വന്നു. സോ എനിക്ക് ഒരു പോയിന്റിലും ടെൻസ്ഡ് ആവേണ്ടി വന്നിട്ടില്ല. ദൈവമേ, ഇതെന്താ ഡിലേ ആവുന്നത്, അതെന്താ ഡിലേ ആവുന്നത്, നമ്മൾ ഫീസ് അടച്ച ഉടനെ കാര്യങ്ങളാവുന്നു. എവറിത്തിങ് വെന്റ് സോ സ്മൂത്ത്. സോ എനിക്ക് ഒരു പോയിന്റിൽ പോലും എന്ത് ഇത് ഇത്ര ഡിലേ ആവണം, എന്തിങ്ങനെ അങ്ങനെ ആ ഒരു ഡൗട്ട് വന്നിട്ടില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ കൺസൾട്ടർ വാസ് ശ്രീജി. സോ ആ ചേച്ചി എനിക്ക് എല്ലാ കാര്യവും സ്മൂത്ത് ആയിട്ട് ചെയ്തു തന്നു. ഏത് പാതിരാത്രി പുള്ളിക്കാരിനെ വിളിച്ച് ഡൗട്ട് ചോദിച്ചാലും ഷീ യൂസ് ടു ഹെൽപ്പ് മീ അലോട്ട്. ഈവൻ ഇപ്പോഴും ഞങ്ങൾ അവർ കണക്ഷൻ വെക്കുന്നുണ്ട്. സോ എനിക്ക് പാർട്ട് ടൈം കിട്ടിയപ്പോഴൊക്കെ ഞാൻ പുള്ളിക്കാരി ആദ്യം വിളിച്ചു തന്നെ. ബിക്കോസ് ഫോർ സം റീസൺ ഐ ഫെൽറ്റ് ദേ ആർ മൈ ഫാമിലി. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണ് നമ്മൾ. സോ ഞാൻ എല്ലാവർക്കും ഗൈഡൻസ് പ്ലസ് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം, നമുക്ക് ഒരു ടെൻഷനും വേണ്ട, അതൊക്കെ അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും. നമ്മളെല്ലാം അവർക്ക് കൊടുക്കുന്നു, ബാക്കി അവരുടെ തലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ദേ വിൽ ഡു ഇറ്റ് സോ വെൽ. സോ ഇതൊരു അഡ്വർടൈസിങ് പോലെ അല്ല, ഐ എം ടെല്ലിങ് ദറ്റ് യു ഫ്രാങ്ക്ലി. കാരണം എനിക്കുള്ള എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് വേറൊന്നും കൊണ്ടല്ല. ഒരു പുറത്തോട്ട് പോകുന്ന ഏതൊരാൾക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഏജൻസി സെലക്ട് ചെയ്യണം എന്നുള്ളത്. സോ ഞാൻ ഈ ഏജൻസി സെലക്ട് ചെയ്ത ഫോർ മൈ UK എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ് ഹെൽപ് മീ അ ലോട്ട്. അത് കാരണം ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യുന്നത്. ഇഫ് യു ഓൾ ആർ കൺഫ്യൂസ്ഡ് അറ്റ് ദറ്റ് പോയിന്റ്, ദെൻ ഗൈഡൻസ് പ്ലസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ യു. കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾക്കും റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അവർ തരും, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തും തരും. ആൻഡ് ഐ വുഡ് സേ അവരുടെ ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റീസ് ആർ ദ ബെസ്റ്റ് ഇൻ ദ UK. സോ അതും നിങ്ങൾ ടെൻസ്ഡ് ആവണ്ട. ആൻഡ് ചില ഏജൻസീസ് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, IELTS ഇല്ലെങ്കിലും പോവാം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ IELTS ഇല്ലെങ്കിൽ UK വരാം, ബട്ട് ദെൻ ലേറ്റർ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് IELTS ആണ്. സോ ആ ഒരു കാര്യം എനിക്ക് ഗൈഡൻസ് പ്ലസിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ നമ്മളോട് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞൊരു കാര്യം, IELTS വേണം. IELTS ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ഓപ്ഷനില്ല, ഇല്ലാതെ നിങ്ങൾക്ക് പോകാം, ബട്ട് നമ്മൾ നിങ്ങളോട് IELTS എടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നു. സോ നമ്മളെ ചുമ്മാ കയറ്റി വിടുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ഉദ്ദേശം, നമ്മളൊരു ഒരു ബെറ്റർ ടുമോറോ ഫോർ അസ്, അതും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു പോയിന്റിൽ വെച്ചാൽ. സോ നിങ്ങൾ UK വരുന്നവരാണെങ്കിൽ എന്തായാലും IELTS എഴുതിക്കോ. കാരണം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അതൊരു റിക്വയർമെന്റ് ആയിരിക്കില്ല, ബട്ട് ലേറ്റർ നമ്മളൊരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം IELTS ചോദിക്കും എന്തായാലും. സോ അപ്പം സ്ട്രഗിൾ ചെയ്യുന്നതിലും ഭേദം നാട്ടിൽ നിന്ന് IELTS എടുത്ത് വരുന്നതാണ്. സോ ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് എൻ ഏജൻസി, ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് എല്ലാത്തിലും. എന്താണ് നമ്മുടെ പ്രോസസ്സിങ്ങിൽ നടക്കുന്നതെന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ ധാരണ നമുക്ക് എന്നും അവർ തരും. സോ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് അവർ ചുമ്മാ പറയാതെ ദേ വിൽ ഗിവ് യു ദ പ്രൂഫ് ദാറ്റ് ദേ ആർ ഡൂയിങ് സംതിങ് ഫോർ അസ്. സോ എനിക്ക് എൻ്റെ ഡേ 1 മുതൽ ലാസ്റ്റ് എൻ്റെ വിസ വരുന്നത് വരെ എവറിത്തിങ് വെന്റ് സോ സ്മൂത്ത്. ആൻഡ് എൻ്റെ ബാക്കി ഫ്രണ്ട്സിനെക്കാട്ടും ഫസ്റ്റ് എൻ്റെ വിസ വന്നു. December 25th ഞാൻ UK എത്തി. സോ ബേസിക്കലി വിസ എവറിത്തിങ് വെന്റ് സോ സ്മൂത്ത്. ആൻഡ് എല്ലാ കാര്യങ്ങളും അവർ നന്നായി ചെയ്തുതരും. മെഡിക്കൽ അപ്പോയിൻമെന്റ് ആണെങ്കിലും എൻ്റെ കുറേ ഫ്രണ്ട്സിന് എവിടെ നിന്നാ മെഡിക്കൽ എടുക്കേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. സോ എല്ലാ ഡൗട്ടും, നമുക്കൊരു പൊട്ട ഡൗട്ട് ഉള്ളെങ്കിൽ അവരത് ഫിഗർ ഔട്ട് ചെയ്ത് തരും എന്നുള്ളതാണ് ആ ഏജൻസിയുടെ എന്താ പറയുക മെയിൻ ഹൈലൈറ്റ്. ആൻഡ് ദാറ്റ്സ് വൈ ദേ ഹാവ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് കമ്മിങ് ടു ദം.
സോ ഞാൻ ഗൈഡൻസ് പ്ലസിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ പേഴ്സണൽ കൺസൾട്ടറിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങളെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർക്ക് ഒരു ഓപ്ഷനാണിത്. ബിക്കോസ് ഇഫ് യു ടോക്ക് വിത്ത് ദം യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ വർക്ക്. സോ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിലോട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം.